ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? നമ്മൾ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഒരു 12ാമത്തെ ഒരു ടൈപ്പായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്. എന്തായിരുന്നു അത്? ഇൻ്റഗ്രൽ 1/√(x² + a² dx. അതിൻ്റെ റിസൾട്ട് നമ്മൾ പഠിച്ചു. അതിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പ്രോബ്ലംസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. അപ്പോൾ അതിൻ്റെ തന്നെ ബാക്കിയാണ് നമ്മൾ ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഡയറക്റ്റ് നമ്മൾ പഠിച്ച ആ റിസൾട്ടിൻ്റെ അതേ ഫോർമാറ്റിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് പല രീതിയിലും ക്വസ്റ്റ്യൻ മാറ്റി അതേ റിസൾട്ടാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്, പക്ഷേ വേറെ രീതിയിലൊക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതിന് നമ്മൾ ആ റിസൾട്ട് ഫോർമാറ്റിലോട്ട് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് സിമ്പിളാണ്. നോക്കിയേ, ഇൻ്റഗ്രൽ 1/√(2 - x² + 1 dx. ഇവിടെ നോക്കിക്കുക, നമ്മുടെ കറക്റ്റ് ഫോർമാറ്റിലൊക്കെ തന്നെയാണ് കിടക്കുന്നത്, പക്ഷേ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ 2 - x എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ. 1നെ 1² എന്ന് നമുക്കിവിടെ കൺസിഡർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സാധനം മാത്രമാണ് നമുക്കൊരു വ്യത്യാസമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് അതിനെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത്, ഈ 2 - xനെ ഞാൻ u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. 2 - x = u. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 2ൻ്റെ ഡെറിവേറ്റീവ് 0, അത് എഴുതേണ്ട ആവശ്യമില്ല. മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, dx. അപ്പോൾ -dx = du. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ dxന് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കണം? dxന് പകരം നമുക്ക് ഇട്ട് കൊടുക്കേണ്ട എന്താ? -du ആണ്. അപ്പോൾ ഈ മൈനസിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എഴുതി. ക്ലിയർ ആണോ? ഞാൻ 2 - xന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഡെറിവേറ്റീവ് എടുത്തു, dxന് ഒരു വാല്യൂ കണ്ടുപിടിച്ചു. ഇനി ഇത് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഇൻ്റഗ്രൽ 1/√(2 - xനാണ് ഞാൻ u എന്ന് കൊടുത്തത്. അപ്പോൾ അതെന്തായി മാറി? u² + 1 × dxന് പകരം -du. അപ്പോൾ നോക്കിക്കാൻ നമ്മുടെ കറക്റ്റ് ഫോർമാറ്റിൽ വന്നില്ലേ? u² + 1. ഈ 1നെ നമുക്ക് 1² ആക്കാം, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇൻ്റഗ്രൽ 1/√(x² + a² എന്നുള്ള ഫോർമാറ്റിലായി. എക്സിന് പകരം ഇവിടെ എന്തെടുത്തു? നമ്മൾ u എന്ന് എടുത്തതേ ഉള്ളൂ. നമ്മളുടെ ക്വസ്റ്റ്യനിൽ u ആയാൽ നമ്മുടെ ഡെറിവേറ്റീവും എന്തായിട്ട് മാറും? u ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമുക്കിനി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ മൈനസ് ഉണ്ടോ? ഇതിനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വെളിയിലോട്ട് എടുക്കാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 1/√(u² + 1² du. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഫോർമാറ്റായി. ഇനി ഇതിൻ്റെ റിസൾട്ട് അങ്ങ് എഴുതിയാൽ മതി. ഈ മൈനസ് അതുപോലെ തന്നെ എഴുതുക. ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? log mod u + √(u² + 1² + c. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ റിസൾട്ടിലോട്ട് എത്തുന്നത് വരെ നമുക്ക് ആ u തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. റിസൾട്ട് എത്തി ഫൈനൽ ആൻസറിന് മാത്രമേ u മാറ്റി നമുക്ക് പഴയത് നമ്മൾ എന്തിനാണോ നമ്മൾ u എന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അത് തിരിച്ചിട്ട് കൊടുക്കുള്ളൂ. ഇപ്പം നമ്മൾ റിസൾട്ട് എഴുതി. ഇനി നമുക്ക് യുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തിനാണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് അത് നമുക്ക് തിരിച്ചിടാം. അപ്പം log mod യുവിന് പകരം നമ്മൾ ഇട്ട് കൊടുത്തത് എന്തായിരുന്നു? 2 - x ആയിരുന്നു, പ്ലസ് √(2 - x) + 1² + c. കണ്ടോ? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ഈ കിട്ടി. അപ്പോൾ ഈ ഫൈനൽ ആൻസർ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നമ്മുടെ ഓൾറെഡി നേരത്തെയുള്ള റിസൾട്ട് തന്നെയല്ലേ, എക്സിൻ്റെ സ്ഥാനത്ത് 2 - x ഇട്ട് കൊടുത്താൽ പോരെ. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു മൈനസ് ചേഞ്ച് വന്നത് കണ്ടോ? നമ്മുടെ കറക്റ്റ് റിസൾട്ട് ഇതാണ്. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 2 - x വന്നപ്പോൾ അവിടെ ഈ ഒരു മാറ്റം അവിടെ വരും. അപ്പം നമ്മൾ ഡയറക്റ്റ് 2 - x വെച്ച് റിസൾട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസർ അല്ല അവിടെ കിട്ടുന്നത്. മറ്റേ നമ്മൾ എഴുതി വെച്ചെല്ലാം കറക്റ്റ് ആയിരിക്കും, പക്ഷേ അവിടെ സൈൻ വ്യത്യാസം വരും. ക്ലിയർ ആണോ? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മുടെ കറക്റ്റ് ഫോർമാറ്റിലോട്ടാക്കി റിസൾട്ട് എടുക്കുകയാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോബ്ലം ഇതാണ്. ഇൻ്റഗ്രൽ x²/√(x⁻⁶ a⁶ dx. ഇത് നോക്കിക്കേ, നമ്മൾ ആ പഠിച്ച ഫോർമാറ്റുമായിട്ട് എന്തെങ്കിലും ബന്ധത്തിലാണോ ഇത് കിടക്കുന്നത്? അല്ല. ഇത് കണ്ടാൽ പോലും ചിലവർക്ക് മനസ്സിലാവില്ല ആ ഫോർമാറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ ഇതിനെ നമ്മൾ ആ ഫോർമാറ്റിലോട്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാസ്ക്. അതിന് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് എന്ത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. അത് നിങ്ങളെപ്പോഴും മനസ്സിൽ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനാദ്യം ഒരു ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. അതായത് മാറ്റമൊന്നുമല്ല, ഇത് കറക്റ്റ് റിസൾട്ടിനെ നമ്മളൊന്ന്
ചെറുതാക്കുന്നു. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ ബൈ റൂട്ട് ഓഫ് ഈ എക്സ് റൈസ് ടു 6നെ ഞാൻ എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതുക. എക്സ് റൈസ് ടു 6നെ എക്സ് ക്യൂബ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ഈ എ റൈസ് ടു 6നെയും എനിക്ക് അങ്ങനെ തന്നെ എഴുതാമല്ലോ, എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ ഡി എക്സ്. ഇനി ഇതെങ്ങനെ നമ്മൾ എഴുതിയെന്ന് ചോദിച്ചാൽ നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എ റൈസ് ടു എം ദ ഹോൾ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം ഇൻറ്റു എൻ എന്നാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു റിസൾട്ടാണ്. അപ്പോൾ ഈ എമ്മിൻ്റെയും എന്നിൻ്റെയും സ്ഥാനത്ത് 3ഉം 2ഉം ആണ്. ഈ 3ഉം 2ഉം ആണ് എങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? എ ക്യൂബ് ദ ഹോൾ സ്ക്വയറിനെ ഈ 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എ റൈസ് ടു 3 ഇൻറ്റു 2 വിച്ച് ഇസ് ഈക്വൽ ടു എ റൈസ് ടു 6 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. ആ സെയിം റിസൾട്ടാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. അതായത് എ റൈസ് ടു 6നെ ബാക്കിലോട്ട് ഈ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതി എന്നുള്ളതേ ഉള്ളൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ ഞാനതങ്ങനെ എഴുതി. ഇനിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആർക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? നമ്മൾ നോക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ഓൾറെഡി പറഞ്ഞു, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്താൽ അതിന് ഇട്ട് കൊടുക്കാൻ പറ്റിയ പാകത്തിന് എന്തെങ്കിലും ഇതിനകത്തുള്ളോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എക്സ് ക്യൂബിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെങ്കിൽ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 3x² വരും. അപ്പോൾ ഇവിടെ ഒരു x² ഉണ്ട് അല്ലേ? അപ്പോൾ x² dxന് നമുക്ക് എന്ത് വരണം? അവിടെ വാല്യൂ വരണം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ കൊടുക്കുവാണ്, പുട്ട് x³ ഈക്വൽ ടു യു. x³ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. x³ ഡെറിവേറ്റീവ് 3x² dx is equal to du. ഓക്കെ, അപ്പോൾ 3x² dx is equal to du എന്നാണ് കിട്ടിയത്. നമുക്ക് പക്ഷേ x² dx മതി. അപ്പോൾ ഈ 3യുടെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ x² dx is equal to 1/3 du. അപ്പോൾ x² dxന് നമുക്ക് വാല്യൂ ആയല്ലോ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം? നേരെ ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ x² dx അവിടെ നിൽക്കട്ടെ, നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ 1/√of x³ നമ്മൾ യു എന്ന് കൊടുത്തത്. അപ്പോൾ അതെന്തായിട്ട് മാറും? u² പ്ലസ് a³ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു, ഇനി x² dxൻ്റെ വാല്യൂ എഴുതാം, 1/3 du. ക്ലിയർ? ഓക്കെ, ഈ 1/3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് അല്ലേ? അതിനെ നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വെളിയിലേക്ക് എടുക്കാം. അപ്പോൾ എന്ത് വരും? 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 1/√of u² പ്ലസ് a³ ദ ഹോൾ സ്ക്വയർ du. ഇപ്പം നോക്കിക്കേ, നമ്മൾ പഠിച്ച അതേ ഫോർമാറ്റിലോട്ട് വന്നില്ലേ? ഇൻ്റഗ്രൽ 1/√of x² പ്ലസ് a². എ എന്ന് പറയുന്നത് ഇവിടെ മൊത്തത്തിൽ a³ ആണ് കേട്ടോ. ആ ഫോർമാറ്റിലോട്ട് ആയല്ലോ. അപ്പോൾ എക്സിന് പകരം നമുക്ക് ഏത് ഡെറിവേറ്റീവാണ്? യു എന്ന് പറയുന്നതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസൾട്ട് എന്ത് വരും? 1/3 ഇൻറ്റു, ഇനി ഇതിൻ്റെ റിസൾട്ട് അങ്ങ് എഴുതിയാൽ മതി, ലോഗ് മോഡ് യു പ്ലസ് √of u² പ്ലസ് a³ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. a³ ദ ഹോൾ സ്ക്വയർ എന്ന് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. എ റൈസ് ടു 6 എന്ന് തന്നെ ഡയറക്റ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ? യുവിന് തിരിച്ച് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 1/3 ലോഗ് മോഡ് x³ പ്ലസ് √of x³ ദ ഹോൾ സ്ക്വയർ പ്ലസ് a³ ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. കണ്ടോ? അപ്പോൾ നമ്മളുടെ റിസൾട്ടായി. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഒരു അഭംഗിയായിട്ടൊക്കെ നമുക്ക് തോന്നുമായിരിക്കും അല്ലേ? അതായത് x³ ദ ഹോൾ സ്ക്വയർ a³ ദ ഹോൾ സ്ക്വയർ എന്നൊക്കെ എഴുതുമ്പോൾ ഒരു വലിയൊരു ഭംഗിയില്ല. അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ നോർമൽ രീതിയിൽ അങ്ങ് എഴുതിയേക്കാം. ഇപ്പോൾ 1/3 ലോഗ് മോഡ് x³ പ്ലസ് √of ഈ 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6x⁻6 പ്ലസ് a⁻6 പ്ലസ് സി. കണ്ടോ? അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? ഇപ്പോൾ നമ്മുടെ ഫോർമാറ്റുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് തന്നത്. അതിനെ നമ്മൾ എന്താക്കി? ആ ഫോർമാറ്റിലോട്ടാക്കി മാറ്റി. അതാണ് നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്. എന്തൊക്കെ ചെയ്താൽ നമുക്ക് ആ ഫോർമാറ്റിലോട്ടാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിൽ പഠിക്കുന്നത്. എങ്ങനെ ഓർത്തിരിക്കാമെന്ന് ചോദിച്ചാൽ എഴുതി പഠിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. കാരണം ഓരോ ക്വസ്റ്റ്യനും ഓരോ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒരേപോലെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാ ക്വസ്റ്റ്യനും ഒരേ രീതിയിലല്ല ചെയ്യുന്നതെന്ന്.
അതായത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്തായാലും വ്യത്യാസം ഉണ്ടായിരിക്കും. പകുതിക്ക് മുതലായിരിക്കും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ഫസ്റ്റ് ഹാഫ് എപ്പോഴും ഓർത്തിരിക്കണമെങ്കിൽ നമ്മളിത് എഴുതി പഠിച്ചേ പറ്റുള്ളൂ. ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ എഴുതി പഠിച്ചാൽ നമുക്കിത് ആ എഴുതി പഠിച്ച ഒരു ഓർമ്മ നമ്മളുടെ മനസ്സിലുണ്ടാവും. അതങ്ങനെ ആയിരുന്നില്ലേ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോഴോ അല്ലെങ്കിൽ ചെയ്യുമ്പോഴോ ഒക്കെ മനസ്സിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത 2 പ്രോബ്ലവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്